എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് വീണ്ടും സ്വാഗതം. മുസ്ലിങ്ങളുടെ നേതാക്കൾ പാകിസ്ഥാൻ ഉണ്ടാക്കിയത് ജൂതനെ കോപ്പി അടിച്ചിട്ടാണോ? അതായത് ജൂതന്മാർ ഇസ്രയേൽ എന്ന രാഷ്ട്രം ഉണ്ടാക്കിയെന്ന് കണ്ടപ്പോഴാണോ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ഉണ്ടാക്കാൻ ജിന്നയ്ക്ക് തോന്നിയത്? ഈ ചോദ്യം രണ്ട് കാരണങ്ങൾ കൊണ്ട് ചോദ്യം ചെയ്യപ്പെടാം. ഒന്നാമത്തെ കാരണം, ജൂതർ എന്നാൽ മുസ്ലിങ്ങളുടെ ശത്രുക്കൾ എന്ന രീതിയിലാണ് ഇന്നത്തെ ആഗോള രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് മുസ്ലിങ്ങൾ ജൂതന്മാരെ കോപ്പിയടിച്ചു എന്ന് പറയുന്നത് മുസ്ലിം വിരോധം കൊണ്ടാണെന്ന് പറയാൻ ആൾക്കാരുണ്ടാകും. രണ്ടാമത്തെ കാരണം കിടക്കുന്നത് പഴക്കത്തിലാണ്. ജൂതർ ഇസ്രായേൽ ഉണ്ടാക്കിയത് 1948 മെയ് 14 എന്നാൽ പാകിസ്ഥാൻ ഉണ്ടായത് അതിനും 9 മാസം മുമ്പ് 1947 ആഗസ്റ്റ് 14. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളും പ്രധാനമാണ്. എന്നാൽ കോപ്പിയടിയല്ല എന്ന് പറയാൻ ഈ കാരണങ്ങളൊന്നും പോരാ. കാരണം കുറച്ച് ചരിത്രം പഠിക്കേണ്ടതുണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ. അച്ചടി വിദ്യയ്ക്ക് ഇതിലൊരു പ്രധാന റോളുണ്ട്. ഗുട്ടൻബർഗ് എന്ന കക്ഷി ആധുനികമായ അച്ചടി വിദ്യ 1440കളിൽ കണ്ടുപിടിച്ചു. അതോടെ പകർത്തിയെഴുത്ത് എന്ന കഷ്ടപ്പാട് പോയി. കഥകളും കവിതകളും നാടകങ്ങളും നൂറുകണക്കിന് കോപ്പികൾ എളുപ്പത്തിൽ അച്ചടിക്കാൻ തുടങ്ങി. ഒരു ഭാഷയിൽ അച്ചടിക്കുന്ന കഥാപുസ്തകങ്ങളും പത്രങ്ങളും ആ ഭാഷ അറിയുന്ന ആയിരക്കണക്കിന് ആളുകൾ വായിക്കാൻ തുടങ്ങുന്നു. അതുവരെ പരസ്പരം കണ്ടിട്ടില്ലാത്ത എന്നാൽ ഒരേ ഭാഷ സംസാരിക്കുന്ന ആളുകൾക്കുള്ളിൽ നമ്മൾ ഒരേ ജനതയാണ് എന്നൊരു ബോധം വളരാൻ തുടങ്ങുന്നു. ഇങ്ങനെയാണ് ഈ ദേശീയ ബോധത്തിൻ്റെ തുടക്കം. അപ്പോൾ അച്ചടി വിദ്യ കണ്ടുപിടിക്കുന്നതിന് അതിനു മുമ്പ് ദേശീയത ഉണ്ടായിരുന്നില്ലേ? അതിനു മുമ്പ് നമ്മൾ ഇന്ന് കാണുന്ന ദേശീയത ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പും ആളുകൾക്ക് സ്വന്തം ഗ്രാമത്തോട്, സ്വന്തം പ്രദേശത്തോട്, സ്വന്തം ഭാഷയോട്, സ്വന്തം മതത്തോട്, സ്വന്തം രാജാവിനോട് കൂറുണ്ടായിരുന്നു. അതിനെ നമുക്ക് വേണമെങ്കിൽ രാജവംശ ദേശീയത എന്ന് വേണമെങ്കിൽ വിളിക്കാം. രാജാവിനോടും രാജവംശത്തോടുമായിരുന്നു പ്രജകൾക്ക് കൂറ്, അല്ലാതെ ഒരു രാജ്യത്തോടല്ല. ഇന്ന് പറയുന്ന അർത്ഥത്തിൽ ജർമ്മൻ രാഷ്ട്രം, ഇറ്റാലിയൻ രാഷ്ട്രം എന്ന ഒരു ദേശീയ സങ്കല്പം അക്കാലത്ത് വ്യാപകമായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ ജനങ്ങൾ എങ്ങനെയാണ് രാജ്യത്തോട് കൂറ് പ്രഖ്യാപിക്കുക? അങ്ങനെ കൂറ് പ്രഖ്യാപിക്കാൻ മാത്രം രാജ്യത്തിന് അന്ന് കൃത്യമായ അതിർത്തി ഉണ്ടായിരുന്നു. രാജാവ് വെട്ടിപ്പിടിക്കുന്നതിനനുസരിച്ച് രാജ്യം വലുതാകും, രാജാവിന് വെട്ട് കിട്ടുന്നതിനനുസരിച്ച് രാജ്യം ചെറുതാകും. രാജ്യത്തേക്കാൾ പ്രാധാന്യം രാജാവിന്, പിന്നെങ്ങനെ ദേശീയത ഉണ്ടാകും? എന്നാൽ അച്ചടി യന്ത്രം വന്നപ്പോൾ കളി മാറി. ഭാഷയെ ആസ്പദമാക്കിക്കൊണ്ടൊരു സങ്കല്പം രൂപപ്പെടുകയാണ്. ഒരേ ഭാഷയിലുള്ള ഒരേ പുസ്തകം വായിക്കുന്നവർക്കെല്ലാം ഒരേ സങ്കല്പം ഉണ്ടായി. നമ്മൾ ഒരേ ജനതയാണ് എന്ന സങ്കല്പം. ഈ ജനതയെ ഇമേജിൻഡ് കമ്മ്യൂണിറ്റി എന്ന് ബെനഡിക്റ്റ് ആൻഡേഴ്സണും ഇൻ്റർ സബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് യുവാൽ നോഹ ഹരാരിയും പറയുന്നു. എന്താണ് ഈ റിയാലിറ്റി? റിയാലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കല്ലും മണ്ണും വെള്ളവും എല്ലാം റിയാലിറ്റികളാണ്. നിങ്ങളുണ്ട് എന്ന് വിചാരിക്കുന്നത് കൊണ്ടല്ല അതൊക്കെ ഉള്ളത്. നിങ്ങളില്ല എന്ന് പറഞ്ഞാലും ഈ കല്ലും മണ്ണും വെള്ളവും ഒക്കെ അവിടെ ഉണ്ടാവും. എന്നാൽ സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ അതല്ല. വലിയൊരു കൂട്ടം ജനങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു എന്നതിൻ്റെ പേരിൽ മാത്രം നിലനിൽക്കുന്ന ചില സങ്കല്പങ്ങളാണത്. ഇമേജിൻഡ് ആയ റിയാലിറ്റി. ദേശം, ദേശീയത, രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. ഉദാഹരണത്തിന് ജർമ്മൻ ഭാഷയിൽ അച്ചടിച്ച പുസ്തകങ്ങൾ വായിക്കുക. ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന വിവിധ പ്രദേശങ്ങളിലെ ആളുകളാണ്. അവരത് വായിക്കുമ്പോൾ അവർക്ക് തോന്നുകയാണ് ഈ ഭാഷ സംസാരിക്കുന്നവരൊക്കെ ഒരു ദേശമാണ്, ഒരു രാജ്യമാണ്. എന്നിട്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു അതിർത്തി സങ്കല്പിച്ച് അതിനെ ഒരു രാഷ്ട്രമാക്കി മാറ്റുകയാണ്. അല്ലാതെ ഭൂമിയിൽ അങ്ങനെ ഒരു വരയോ അതിർത്തിയോ ഇല്ല. എന്നിട്ട് ആ സങ്കല്പത്തെ യാഥാർത്ഥ്യമാണ് എന്ന് തോന്നിപ്പിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങൾ ഉണ്ടാക്കുന്നു, നിയമങ്ങൾ ഉണ്ടാക്കുന്നു, ഭരണകൂടം ഉണ്ടാക്കുന്നു, സൈന്യങ്ങൾ ഉണ്ടാക്കുന്നു, സ്കൂളുകൾ ഉണ്ടാക്കുന്നു, നികുതി സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. ഇല്ലാത്ത ഒന്നിൻ്റെ മേലാണ് ഇതൊക്കെ കെട്ടിപ്പോക്കുന്നത്. എന്തിനു വേണ്ടി? ഇല്ലാത്ത ഒന്നിൻ്റെ മേലാണ് ഇതൊക്കെ കെട്ടിപ്പൊക്കിയത് എന്ന് അറിയിക്കാതിരിക്കാൻ വേണ്ടി. തുടർന്ന് അങ്ങനെ കെട്ടിപ്പൊക്കിയ ആ ദേശത്തെപ്പറ്റി കഥകളും കവിതകളും എഴുതി തള്ളിമറിക്കുന്നു. ഗുട്ടൻബർഗിൻ്റെ ഗുട്ടൻസ് ആണ് ദേശം, ദേശീയത, രാഷ്ട്രം എന്നൊക്കെ പറയുന്ന ഇത്ര ഒരു സങ്കല്പം ഉണ്ടാക്കാൻ സഹായിച്ചത് എന്നർത്ഥം. ആ ദേശീയബോധം ഒരു ദേശീയ രാഷ്ട്രമായി മാറാൻ വീണ്ടും 300-400 വർഷങ്ങളെടുത്തു. അതിനിടയിൽ പലതും സംഭവിച്ചു. അച്ചടിയെ തുടർന്നുള്ള കാലങ്ങളിൽ യൂറോപ്പിൽ റൊമാൻറ്റിസിസം എന്നൊരു ആശയം ഉയർന്നു വന്നു. അതിൻ്റെ വക്താക്കൾ പറഞ്ഞു, ഒരു ജനതയെ നിർവചിക്കുന്നത് രാജാവല്ല, അവരുടെ പുതുഭാഷയും സംസ്കാരവും ചരിത്രവും നാടോടിക്കഥകളും പാട്ടുകളുമാണ്. ജനങ്ങൾക്കപ്പോൾ ഇങ്ങനെ തോന്നി, നമ്മൾ ഒരേ കഥകൾ കേൾക്കുന്നു, ഒരേ ഭാഷ സംസാരിക്കുന്നു, ഒരേ പാരമ്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ജനതയല്ലേ? കോർപ്പറേറ്റ് സെൻറ്റിമെൻറ്റ് ഓഫ് വൺനെസ്. പിന്നീട് ഫ്രഞ്ച് വിപ്ലവം നടന്നു. അതോടെ രാജാവ് എന്ന പദവി തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. രാജാധികാരം ദൈവദത്തമല്ല എന്ന് ജനങ്ങൾ ആദ്യമായി ചിന്തിച്ചു. ജനങ്ങൾ വിചാരിച്ച രാജാവിൻ്റെ കഴുത്തറുത്ത് മാറ്റാൻ പോലും പറ്റുമെന്ന് ജനങ്ങൾ നേരിട്ട് ഫ്രാൻസിൽ കണ്ടു. രാജാവ് പരമാധികാരിയല്ല, ജനങ്ങളാണ് പരമാധികാരികൾ. എല്ലാ പൗരന്മാരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ഈ ആശയങ്ങളൊക്കെ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് വരുന്നത്.
ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം നെപ്പോളിയൻ അവിടെ അധികാരം പിടിച്ചപ്പോൾ പുള്ളി ഈ ആശയങ്ങൾ പറഞ്ഞാണ് മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കിയത്. ജർമ്മനി, ഇറ്റലി, സ്പെയിൻ എന്നീ രാജ്യങ്ങളിലെല്ലാം നെപ്പോളിയൻ ഈ ആശയം നടപ്പാക്കി. കുറെ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങൾ ചോദിച്ചു, ഇതാണ് ആശയമെങ്കിൽ ഞങ്ങളെ ഭരിക്കാൻ എന്തിനാണ് ഫ്രഞ്ചുകാർ? ജർമ്മനിയിലുള്ളവർ പറഞ്ഞു, ഞങ്ങൾ ജർമ്മൻ ഭാഷ സംസാരിക്കുന്നവരാണ്, സോ ഞങ്ങൾ ജർമ്മൻകാരാണ്. ഇറ്റലിക്കാർ പറഞ്ഞു, ഞങ്ങൾ ഇറ്റലിക്കാരാണ്. സ്പെയിൻകാർ പറഞ്ഞു, ഞങ്ങൾ സ്പാനിഷുകാരാണ്. അങ്ങനെ നെപ്പോളിയൻ അറിയാതെ തന്നെ ആ പ്രദേശങ്ങളിലെല്ലാം ദേശീയത വളർന്നു. പിന്നെ വ്യവസായവൽക്കരണം വന്നു, ആധുനിക ഭരണ സംവിധാനങ്ങൾ വന്നു. ദേശീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഉണ്ടായ ദേശീയ രാഷ്ട്രം ഫ്രാൻസ് തന്നെയാണ്. അത് 1789 1861 കടുത്ത ദേശീയ ബോധം കൊണ്ട് ഒരു രാഷ്ട്രം ഏകീകരിക്കപ്പെട്ടു. അതാണ് ഇറ്റലി. 1871 കടുത്ത ദേശീയ സ്പിരിറ്റോടെ ജർമ്മനിയും ഉണ്ടായി. ഒന്നാം ലോക മഹായുദ്ധം വന്നതോടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി. യുദ്ധം കഴിഞ്ഞപ്പോൾ 4 വലിയ സാമ്രാജ്യങ്ങളുടെ കഥ കഴിഞ്ഞു. ജർമ്മൻ സാമ്രാജ്യമില്ലാതായി, ജർമ്മനി മാത്രമായി. ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യം പൂർണ്ണമായും പിരിഞ്ഞ് നിരവധി പുതിയ ദേശീയ രാഷ്ട്രങ്ങളായി മാറി. ആസ്ട്രിയ, ഹംഗറി, ചെക്കോസ്ലോവാക്യ, യുഗോസ്ലോവാക്യ ഉണ്ടാക്കുന്ന അന്നാണ്. റഷ്യൻ സാമ്രാജ്യം തകർന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ടായി. അതിനോടൊപ്പം ഫിൻലൻഡ്, ഇസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ, പോളണ്ട്. ഒട്ടോമൻ സാമ്രാജ്യം തകർന്ന് തുർക്കി എന്ന ദേശീയ രാഷ്ട്രമുണ്ടായി. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ വീണ്ടും കുറേ രാജ്യങ്ങളുണ്ടായി. അതിലൊന്നാണ് ഇന്ത്യ, മറ്റൊന്നാണ് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാൻ ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിങ്ങൾക്ക് ജൂതരാഷ്ട്രത്തെ കോപ്പിയടിക്കേണ്ട കാര്യമില്ല. കാരണം അത്രയ്ക്കധികം ദേശീയ രാഷ്ട്രങ്ങൾ ലോകത്തുണ്ടായി കഴിഞ്ഞിരുന്നു. എന്നിട്ടും എന്താണ് ഇങ്ങനെ ഒരു ആരോപണം? എന്താണ് ജൂതന്മാർക്കും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും കോമണായി ഉണ്ടായിരുന്നത്? ഇവിടെയാണ് നമ്മൾ ഭൂരിപക്ഷം, ന്യൂനപക്ഷം എന്നീ വാക്കുകൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടത്. അമീർ മുക്തി എന്ന അമേരിക്കൻ ചിന്തകൻ ഇക്കാര്യം വ്യക്തമായി പറയുന്നു. അദ്ദേഹം പറയുന്നത്, യൂറോപ്പിൽ ദേശീയ രാഷ്ട്രങ്ങൾ ഉണ്ടായത് മുതലാണ് ഭൂരിപക്ഷം, ന്യൂനപക്ഷം എന്നീ രാഷ്ട്രീയ വിഭാഗങ്ങൾക്ക് അർത്ഥമുണ്ടായത് എന്നാണ്. അപ്പോൾ അതിനു മുമ്പ് സാമ്രാജ്യങ്ങളിൽ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. എന്നാൽ ഭൂരിപക്ഷം, ന്യൂനപക്ഷം എന്നത് രാഷ്ട്രീയ അധികാരം കിട്ടാനുള്ള മാർഗമായിരുന്നില്ല. കാരണം സാമ്രാജ്യങ്ങളിൽ ഒരേ രാജാവിൻ്റെ കീഴിൽ പല ജനതകളും ഭാഷകളും മതങ്ങളും ജീവിച്ചിരുന്നു. അവിടെ പ്രധാന ചോദ്യം നീ ആരുടെ പ്രജയാണ് എന്നായിരുന്നു, അല്ലാതെ നീ ഏത് ദേശീയ ഭൂരിപക്ഷത്തിൽ പെടുന്നു എന്ന ചോദ്യമേ ഇല്ല. ഉദാഹരണത്തിന് ഓട്ടോമൻ സാമ്രാജ്യത്തിൽ തുർക്കികൾ, അറബികൾ, ഗ്രീക്കുകാർ, അർമേനിയക്കാർ, കുർദുകൾ, ജൂതന്മാർ ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് വ്യത്യസ്ത മതങ്ങളും ഭാഷകളും ഉണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും സുൽത്താൻ്റെ പ്രജകളായിരുന്നു. സാമ്രാജ്യം മാറി ദേശീയ രാഷ്ട്രം ഉണ്ടാകുമ്പോൾ ചോദ്യം മാറുകയായി, ഈ രാഷ്ട്രം ആരുടേതാണ്? ഉദാഹരണത്തിന് ജർമ്മൻ രാഷ്ട്രം രൂപപ്പെട്ടപ്പോൾ ജർമ്മൻ ഭാഷ സംസാരിക്കുന്നവരാണ് ദേശത്തിൻ്റെ യഥാർത്ഥ ജനത എന്ന ആശയം ശക്തമായി. അപ്പോൾ യഹൂദന്മാർ, പോളിഷുകാർ തുടങ്ങിയവർ ന്യൂനപക്ഷം എന്ന രാഷ്ട്രീയ വിഭാഗമായി പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത്. രാഷ്ട്രത്തിൽ ജനസംഖ്യയ്ക്കാണ് പ്രാധാന്യം. എന്തുകൊണ്ടെന്നാൽ ഒരു ദേശീയ രാഷ്ട്രത്തിൽ അധികാരം ജനതയിൽ നിന്നാണ് വരുന്നത്. അവിടെ പൗരനാണ് അവൻ്റെ അധികാരിയെ തിരഞ്ഞെടുക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ 60% ഒരു സമൂഹം, 40% മറ്റൊരു സമൂഹം. എങ്കിൽ 60% ഉള്ളവർക്ക് അധികാരം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ന്യൂനപക്ഷം, ഭൂരിപക്ഷം എന്നീ വാക്കുകൾക്ക് ദേശീയ രാഷ്ട്രത്തിലാണ്, ജനാധിപത്യ രാഷ്ട്രത്തിലാണ് വില എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ജൂതന്മാരും ഇന്ത്യയിലെ മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം കൂടി നമുക്ക് പരിശോധിക്കേണ്ടി വരും. യൂറോപ്പിൽ ദേശീയ രാഷ്ട്രങ്ങൾ ഉണ്ടായപ്പോൾ ഓരോ രാഷ്ട്രത്തിലും ചിതറിക്കിടന്നിരുന്ന ജൂതന്മാർ ദേശീയ ന്യൂനപക്ഷം എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അവിടങ്ങളിലെല്ലാം ജനസംഖ്യ പ്രധാനമായി. എണ്ണത്തിൽ കുറവുള്ള ജൂതന്മാർക്ക് വിവേചനങ്ങളും പുറത്താക്കലുകളും പീഡനങ്ങളും നേരിടേണ്ടി വന്നു. അപ്പോഴാണ് സയണിസം എന്ന ആശയം ഉണ്ടാകുന്നത്. എന്തിനാണ് മറ്റൊരു രാഷ്ട്രത്തിൽ നമ്മൾ ന്യൂനപക്ഷമായിരിക്കുന്നത്? ഞങ്ങൾ ഒരു മതസമൂഹം മാത്രമല്ല, ഒരു ജനതയാണ്. അതിനാൽ ഞങ്ങൾക്ക് സ്വന്തം രാഷ്ട്രം വേണം. ഇതാണ് സയണിസത്തിൻ്റെ വാദം. അതാണ് ജൂതർ വാദിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതിന് ശേഷം ഒരു പുതിയ ആശയം ശക്തമായി വളർന്നു. ഇന്ത്യ ഒരു രാഷ്ട്രമാണ്. ഇന്ത്യക്കാർ ഒരൊറ്റ ജനതയാണ്. ഈ ഒരൊറ്റ ജനത എന്നാൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ചേർന്നതാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിൽ ന്യൂനപക്ഷം, ഭൂരിപക്ഷം എന്നീ വാക്കുകൾക്ക് വലിയ അർത്ഥമില്ല. കാരണം പൗരനെന്ന് അധികാരമുണ്ടായിരുന്നില്ല, വോട്ടില്ല. അപ്പോൾ പിന്നെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് തങ്ങൾ ന്യൂനപക്ഷമായി എന്ന് തോന്നൽ വന്നത് എങ്ങനെയാണ്? ഇവിടെയാണ് ജനാധിപത്യം ഉണ്ടാക്കിയ പ്രശ്നം വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മർദ്ദത്താൽ ബ്രിട്ടീഷുകാർ ക്രമേണ നിയമസഭകൾ രൂപീകരിച്ചു, തെരഞ്ഞെടുപ്പുകൾ ആരംഭിച്ചു, രാഷ്ട്രീയ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചു. അപ്പോൾ ഒരു പുതിയ ചോദ്യം ഉയർന്നു വന്നു. ഈ രാജ്യത്ത് ആരുടെ ശബ്ദത്തിനാണ് കൂടുതൽ രാഷ്ട്രീയ ശക്തി ഉണ്ടാകുക?
ഈ സന്ദർഭത്തിലാണ് ഇന്ത്യയിൽ ജനസംഖ്യ പ്രധാനമായത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷം, മുസ്ലിങ്ങൾ ന്യൂനപക്ഷം എന്ന നിലയായി. ഇത് കണ്ടപ്പോഴാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായി മാറിയാൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ രാഷ്ട്രീയമായി ദുർബലരാകുമോ എന്ന ഒരു ആശങ്ക ചില മുസ്ലിം നേതാക്കൾക്കിടയിൽ വളർന്നു വന്നത്. ആ ആശങ്കയാണ് ജൂതന്മാരെ കോപ്പിയടിക്കേണ്ട സ്ഥിതി വരുത്തിയത്. യൂറോപ്പിൽ രാഷ്ട്രങ്ങളുണ്ടായപ്പോൾ ന്യൂനപക്ഷമായി മാറിയ ജൂതന് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ കണ്ട ഇന്ത്യയിലെ മുസ്ലിം നേതാക്കൾ ചിന്തിച്ചു, ഇന്ത്യ ഒരു ദേശീയ രാഷ്ട്രമാകുമ്പോൾ നമ്മളും ഇവിടെ സ്ഥിരം ന്യൂനപക്ഷമായി മാറും. അപ്പോൾ നമ്മളും യൂറോപ്പിലെ യഹൂദന്മാരെ പോലെ രാഷ്ട്രീയമായി ദുർബലമാകുമോ? ജൂതർ പല ദേശങ്ങളായി ചിതറിക്കിടക്കുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിങ്ങളും അങ്ങനെ ചിതറിക്കിടക്കുന്നു. യൂറോപ്പിലെ യഹൂദർ സയണിസം വഴി ഞങ്ങളൊരു മതസമൂഹം മാത്രമല്ല, ഒരു ജനതയാണ്, ഞങ്ങൾക്ക് എപ്പോഴും ന്യൂനപക്ഷമാകേണ്ട, അതിനാൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്വന്തം രാഷ്ട്രം വേണമെന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് അതൊരു മാതൃകയായെടുത്ത് ഇന്ത്യയിലെ ചില മുസ്ലിം നേതാക്കൾ ഞങ്ങൾ വെറും മതന്യൂനപക്ഷമല്ല, ഒരു പ്രത്യേക ജനതയാണ് എന്ന ഡബിൾ രാഷ്ട്ര സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുകയാണുണ്ടായത്. നാസി ജർമ്മനിയിൽ ജൂതന്മാർക്കെതിരെ ഉയർന്ന പ്രധാനപ്പെട്ട മറ്റൊരു മുദ്രാവാക്യവും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുകയുണ്ടായി. ആ മുദ്രാവാക്യത്തിൻ്റെ ആശയം വേറൊന്നല്ല, അത് രക്തത്തിൻ്റെയും മണ്ണിൻ്റെയും മുദ്രാവാക്യമായിരുന്നു. അതിലെ ആശയത്തെ നമുക്ക് രണ്ടായി തിരിച്ചു മനസ്സിലാക്കാം. രക്തം എന്താണ്? രക്തം എന്നത് വംശശുദ്ധിയാണ്. ജർമ്മൻ ജനത എന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ആര്യൻ വംശമാണ്. അവരുടെ രക്തം മറ്റ് വംശങ്ങളുമായി ഇടകലർന്ന് കൂടിക്കലർന്ന് ശുദ്ധി നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെയാണ് നാസികൾ വിശ്വസിച്ചത്. ജൂതന്മാർ, ജിപ്സികൾ തുടങ്ങിയ മറ്റു ജനവിഭാഗങ്ങളെ അവർ താഴ്ന്ന വംശങ്ങളായി മുദ്രകുത്തി. മണ്ണ് എന്നതും ഇതുപോലൊരു വിവേചനത്തിൻ്റെ ആശയമായിരുന്നു. ജർമ്മൻ മണ്ണ് എന്നത് ജർമ്മൻ ജനതയുടെ ചരിത്രപരമായ മാതൃഭൂമിയെയും ഭൂപ്രദേശത്തെയും സൂചിപ്പിക്കുന്നു എന്ന് നാസികൾ പറഞ്ഞു. അത് ആര്യൻ വംശമായ ജർമ്മന്മാർക്ക് ജീവിക്കാനും കൃഷി ചെയ്യാനും അവകാശപ്പെട്ട പ്രത്യേക മണ്ണാണ്. അവർക്ക് ആ മണ്ണുമായി പാരമ്പര്യമായി ഒരു വലിയ ആത്മബന്ധമുണ്ട്. അപ്പോൾ അവർക്കും മാത്രമേ ആ മണ്ണിൽ അവകാശമുള്ളൂ. ജർമ്മൻ രക്തം ഉള്ളവർക്ക് ജർമ്മൻ മണ്ണ്. നാസികളുടെ ഈ രക്തത്തിൻ്റെയും മണ്ണിൻ്റെയും വാദം ഇന്ത്യയുമായി എങ്ങനെയാണ് കണ്ണി ചേർന്നത്? എങ്ങനെയാണത് ഇവിടുത്തെ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തിയത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ സവർക്കർ തന്നെയാണ്. പുള്ളി 1923 പുറത്തിറങ്ങിയ ഹിന്ദുത്വ എന്ന പുസ്തകത്തിൽ കൃത്യമായി രക്തത്തിനും മണ്ണിനും സമാനമായ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു: പിതൃഭൂമിയും പുണ്യഭൂമിയും. ഇന്ത്യയിൽ ഒരു ഹിന്ദു ആകണമെങ്കിൽ അയാൾ പിതൃഭൂമി, പുണ്യഭൂമി എന്നീ രണ്ട് സങ്കല്പങ്ങൾ അംഗീകരിക്കണം. എന്താണ് പിതൃഭൂമി? മാതൃഭൂമി എന്ന് പറയാതെ പിതൃഭൂമി എന്ന് പറഞ്ഞത് ഇതൊരു ജർമ്മൻ ആശയത്തിൻ്റെ കോപ്പിയാണ്, ഇന്ത്യൻ അല്ല. ഇത് മാത്രമല്ല, സവർക്കറുമായി ബന്ധപ്പെട്ട പലതും ഇറ്റാലിയൻ കോപ്പിയോ ജർമ്മൻ കോപ്പിയോ ആണ്. ഉദാഹരണം RSS തന്നെ. ഇറ്റലിയിലെ മുസോളിനിയുടെ ഫാസിസ്റ്റ് പാർട്ടിക്ക് കീഴിൽ യുവാക്കൾക്കായി രൂപീകരിച്ചിരുന്ന അർദ്ധ സൈനിക സംഘടനകളുടെ മാതൃകയിലാണ് RSS രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഡോക്ടർ ഖഡ്ഗവാറിൻ്റെ രക്ഷിതാവായിരുന്ന ഡോക്ടർ മൂഞ്ചെ എത്ര കഷ്ടപ്പെട്ടാണ് അതിനായി ഇറ്റലിയിൽ പോയത് എന്ന കാര്യം നമുക്കറിയാം. പിതൃഭൂമി എന്ന വാക്ക് സവർക്കർ മനഃപൂർവ്വം ഇവിടെ ഉപയോഗിക്കുകയായിരുന്നു. പിതൃഭൂമി എന്നാൽ ഫാദർലാൻഡ്. ഈ വാക്ക് ഊന്നൽ നൽകുന്നത് പിതാക്കന്മാരിലൂടെ കൈമാറി വന്ന വംശപരമ്പരയ്ക്കും പരമ്പരാഗതമായ രക്തബന്ധത്തിനുമാണ്. അതായത് തലമുറകളായി ഇവിടെ ജീവിച്ച പൂർവികരുടെ മണ്ണാണ് ഇതെന്നും ആ പൂർവികരുടെ രക്തവും പാരമ്പര്യവും ഉള്ളവർക്കും മാത്രമേ ഈ ഭൂമിയിൽ യഥാർത്ഥ അവകാശമുള്ളൂ എന്ന് സ്ഥാപിക്കാനാണ് ഈ പദം അദ്ദേഹം മനഃപൂർവ്വം ഉപയോഗിച്ചത്. അതോടെ ഇന്ത്യൻ മണ്ണുമായി പൂർവിക പാരമ്പര്യം അവകാശപ്പെടാൻ വകുപ്പില്ലാത്ത ക്രിസ്ത്യൻ, മുസ്ലിം ജനവിഭാഗങ്ങൾ അവർ ആശങ്കയിലായി. ഇതുപോലെ ആശങ്കപ്പെടുത്തിയ മറ്റൊരു പ്രയോഗം തന്നെയാണ് പുണ്യഭൂമി. പിതൃഭൂമി എന്നത് പൂർവികർ ജീവിച്ച മണ്ണാണെങ്കിൽ അതിനെ ഉറപ്പിക്കാനാണ് പുണ്യഭൂമി എന്ന സങ്കല്പം സവർക്കർ മുന്നോട്ട് വെച്ചത്. പൂർവികർ വിശ്വസിച്ച മതത്തിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന രീതിയിൽ പുണ്യമാക്കപ്പെട്ട പ്രദേശം. ജിന്നയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്ന സങ്കല്പം ആദ്യകാലങ്ങളിൽ കോൺഗ്രസുമായി വിലപേശാനുള്ളത് മാത്രമായിരുന്നു. എന്നാൽ ജനാധിപത്യത്തിൽ ജനസംഖ്യ പ്രധാനമാണെന്നും ജനാധിപത്യം ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നിങ്ങനെയായി ജനസംഖ്യയെ വിഭജിക്കുമെന്നും ഭൂരിപക്ഷത്തിൻ്റെ പിതൃഭൂമി പുണ്യഭൂമി സങ്കല്പങ്ങൾ ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കി മാറ്റുമെന്നും അതിൻ്റെ ഉദാഹരണമാണ് ജൂതന്മാർ അനുഭവിക്കുന്ന യാതനകളെന്നും മനസ്സിലാക്കിയ ജിന്നയും കൂട്ടാളികളും ഒന്നുകിൽ പാകിസ്ഥാൻ, ഇല്ലെങ്കിൽ ഒരു ലോഡ് ശവം വീഴുമെന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുകയായിരുന്നു. അല്ലാതെ ജിന്നയ്ക്ക് എന്താണ് ഇസ്ലാം? ജിന്നയ്ക്ക് എന്ത് ഇസ്ലാം? ഡെയിലി മദ്യപാനവും പോർക്കിറച്ചി ഇഷ്ടഭക്ഷണവുമായിരുന്ന ജിന്ന വഴിതെറ്റിപ്പോലും പള്ളിയിൽ കയറി നിസ്കരിച്ചിട്ടില്ല. പുള്ളിക്ക് എന്ത് ഇസ്ലാം? നന്ദി, നമസ്കാരം.